الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم لا سهل إلا ما جعلته سهلا وأنت إذا شئت تجعل الحزن سهلا إذا ما خلوت الدهر فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസവും ജീവിതവും, അൽ ഈമാനു വൽ ഹയാത്ത്, ഇതാണ് നമ്മുടെ വിഷയം. വിശ്വാസം എന്ന് മലയാളത്തിൽ പറയുന്നത് അറബി ഭാഷയിൽ ഈമാൻ എന്ന് പറയുന്നു. പക്ഷേ ഈമാൻ എന്ന് പറയുന്ന ശക്തിയും അതിൻ്റെ ചൈതന്യവും അതിൻ്റെ ഗൗരവവും വിശ്വാസം എന്ന് പറയുമ്പോൾ ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ ഈമാൻ എന്ന് പറയുന്നതാണ് ഉത്തമം. അൽ ഈമാനു വൽ ഹയാത്ത്, വിശ്വാസവും ജീവിതവും എന്നതാണ് നമ്മുടെ വിഷയം. യഥാർത്ഥത്തിൽ ഈമാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ഈമാൻ അയാളിൽ വർദ്ധിക്കുന്നതും ഈമാൻ അയാളിൽ കുറയുന്നതും ശരിക്ക് അനുഭവിക്കും. സാധാരണ നമുക്ക് തന്നെ തോന്നും, ഈമാൻ കുറഞ്ഞു പോകുന്നുണ്ടോ? ചില സന്ദർഭത്തിൽ നമുക്ക് തോന്നും ഈമാൻ വർദ്ധിക്കുന്നുണ്ട് എന്ന്. ഈമാൻ വർദ്ധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഹൃദ്യത അത് വേറെ തന്നെയാണ്. അത് അവർണ്ണനീയമാണ്. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ എടുത്തു പറയാവുന്ന
ത്യാഗങ്ങളൊന്നും നാം ജീവിക്കുന്ന സാഹചര്യം നമ്മെ നിർബന്ധിക്കാത്തത് കൊണ്ട് ഈമാനിന്റെ യഥാർത്ഥ മാധുര്യം മുൻകഴിഞ്ഞുപോയ തലമുറകൾ അല്ല ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമിന് വേണ്ടി പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകൾ അനുഭവിക്കുന്ന അറിയുന്ന ആ ആസ്വാദനം, ആ ആനന്ദം, ആ നിർവൃതി നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ എളുപ്പമുള്ളതാക്കി ഇഷ്ടമുള്ള ഒന്നാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആരാ പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രാർത്ഥന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത് ഹദീസുകളിൽ കാണാം ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഇടപെടലുകൾ കൊണ്ട് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന മുസ്ലിം സമൂഹത്തെ, ഇസ്ലാമിക സമൂഹത്തെ പൂർണ്ണമായും നശിപ്പിക്കാൻ നിൽക്കാതെ ഖുറൈശികൾ യഥാർത്ഥ വിജയം നേടുന്നതിന് മുമ്പ് ഉഹദിൽ നിന്ന് മടങ്ങി. ബദറിൽ അനുഭവിച്ചതിന് പകരം വീട്ടാൻ വേണ്ടിയായിരുന്നു ഉഹദിലേക്ക് അവർ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുണ്ടായിരുന്ന തിരുമേനിയുടെ സന്തത സഹചാരികളായിരുന്ന 70ഓളം സഹാബിമാർ ഉഹദിന്റെ രണാങ്കണത്തിൽ പടഞ്ഞ് രക്തസാക്ഷ്യം വരിച്ചു. അവരിൽ പലരും രക്തസാക്ഷ്യം വരിച്ച ആ കരളലിയിപ്പിക്കുന്ന ആ രംഗം ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 70ഓളം സഹാബിമാർ, ചില സഹാബിമാരുടെ ചെവിയൊക്കെ മുറിച്ച് മൂക്കൊക്കെ ഛേദിച്ച് വികൃതമാക്കിയിട്ടിരിക്കുന്നു. തിരുമേനിയുടെ ഏറ്റവും അടുത്ത ബന്ധുവും പിതൃവ്യനും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കൈ എന്നൊക്കെ പറയാൻ മാത്രം ഇസ്ലാമിനും തിരുമേനിക്കും കരുത്ത് പകർന്ന ധീരനുമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാറു നെടുകെ പിളർക്കപ്പെട്ടു, കരള് പുറത്താക്കപ്പെട്ടു, അത് ചവച്ചരച്ച പെട്ടതുപോലെ കടക്കുന്നത് ഉഹദ് യുദ്ധത്തിന്റെ ഒരു കാഴ്ചയായി. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും പരിക്കേറ്റ് മുഖത്ത് നിന്ന് ചോര ഒലിക്കുന്ന അവസ്ഥയായിരുന്നു. ആ ചോരപ്പാട്, ആ വേദന എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന സഹാബിമാരോടൊക്കെ തിരുമേനി പറഞ്ഞു, ഇസ്തവു, നമസ്കാരത്തിന് സഫ് നിൽക്കുന്നത് പോലെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും മണിയായി നിന്നു. ലമ്മാ കാന യൗമു ഉഹദിൻ വൻകഫൽ മുശ്രികൂന, ഉഹദിന്റെ രണാങ്കണത്തിൽ മുശ്രിക്കുകളെല്ലാം പോയി കഴിഞ്ഞ സന്ദർഭത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തവൂ, സഹാബിമാരോട് തിരുമേനി അരുൾ ചെയ്തു, പ്രഖ്യാപിച്ചു, ആഹ്വാനം ചെയ്തു, നിങ്ങൾ അണിയായി നിൽക്കണം. ഹത്താ ഉസ്നിയ അലാ റബ്ബി,
എന്റെ റബ്ബിനോട്, എന്റെ റബ്ബിനെ ഞാനൊന്ന് പുകഴ്ത്തട്ടെ. എപ്പോഴാണ് ഈ പുകഴ്ത്തുന്നത്? കരഞ്ഞ്, കണ്ണ് കലങ്ങി, ഹൃദയം പൊട്ടി, ദുഃഖം കൊണ്ട് പനിച്ചു കിടപ്പിലായി പോകുന്ന അതിനിർണായകമായ പ്രതിസന്ധി നിറഞ്ഞ പ്രയാസരഹിതമായ സന്ദർഭം. ഞാൻ എന്റെ റബ്ബിനെ സ്തുതിക്കട്ടെ, പുകഴ്ത്തട്ടെ. ഫസാറു ഖൽഫഹു സുഫൂഫ. തിരുമേനി പറഞ്ഞാൽ പിന്നെ സഹാബിമാർക്ക് യാതൊരു മറു ചോദ്യവുമില്ല, എല്ലാവരും അണിയായി നിന്നു. അങ്ങനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ്. എന്നിട്ട് ആ പ്രാർത്ഥന, ഒരു വലിയ പ്രാർത്ഥന, ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം ബുഖാരിയും ഒക്കെ അദബുൽ മുഫ്രദിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ തിരുമേനി പ്രാർത്ഥിച്ച പ്രാർത്ഥന, സഹാബിമാരെ പഠിപ്പിച്ച പ്രാർത്ഥന, നാം പഠിക്കേണ്ട പ്രാർത്ഥന, വലിയ പ്രാർത്ഥനയിലെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന വസയ്യിൻഹു ഫീ ഖുലൂബിനാ. യഥാർത്ഥത്തിൽ അത് അവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് യുദ്ധം കഴിഞ്ഞ് ആ പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭത്തിലും നേരെ വീടണയട്ടെ, ഓടി രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ ഈ മുറി വന്ന് പോയി വിശ്രമിക്കട്ടെ എന്ന് വിചാരിക്കാതെ തിരുമേനിയോടൊപ്പം അവര് നിന്നത്, അല്ലാഹുവിനോട് ശുക്ർ പ്രകടിപ്പിച്ചത്. അതൊന്നും പോരാ, അതിനേക്കാളും ഈമാനിനെ ഞങ്ങൾക്ക് വളരെ പ്രിയമുള്ളതാക്കി തരണമേ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാന. ഒരാള് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്തിനെയാണ്? അതിനെ ഹബീബ് എന്ന് പറയും. എന്റെ ഹബീബാണ് ഇത് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രേമഭാജനം ഹബീബ്. ഈമാനിനെ അങ്ങനെ ആക്കിത്തരണമേ എന്നാണ്. മാത്രമല്ല വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ മനസ്സിൽ അത് വളരെ അലങ്കാരമുള്ളതായി മോഹനമാക്കി തീർക്കണമേ. എന്നിട്ടോ വകർരിഹ് ഇലൈനൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ. വകർരിഹ് ഇലൈനൽ കുഫ്റ. കുഫറിന് രണ്ടർത്ഥം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. കുഫർ, നന്ദികേടിന് കുഫർ എന്ന് പറയും. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു തെറിച്ചു വീഴുന്ന രേതസ്കണത്തിൽ നിന്ന്. ഫജഅൽനാഹു, നാം അവന് നൽകിയിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു, വെച്ചുകൊടുത്തിരിക്കുന്നു, ആക്കിയിരിക്കുന്നു. സമീഅൻ, കേൾക്കുന്നവനും, ബസീറാ, കാണുന്നവനും ആക്കിയിരിക്കുന്നു. എന്തിനാണ്? എന്നിട്ട് അദ്ദേഹം അല്ലാഹു പറയാൻ, ഇന്നാ ഹദൈനാഹു സബീല, നാം അവന് നൽകിയിരിക്കുന്നു യഥാർത്ഥ മാർഗം ഏതാണെന്ന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഏതാണ് വഴിയെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഒന്നുകിൽ അവൻ ശുക്ർ ചെയ്യുന്നവനാകട്ടെ, അത് അവന്റെ ഇഷ്ടമാണ്. വ ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകട്ടെ. അപ്പൊ കുഫറിന്റെ രണ്ടർത്ഥം. നന്ദികേട് എന്നത് അർത്ഥം നമ്മൾ മറന്നു പോവാറുണ്ട്. നമ്മളൊന്നും കാഫിറുകളല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും
കുഫറിനെ എത്രത്തോളം വെറുത്തിരുന്നു എന്ന് നമുക്കറിയാം. ആ കുഫറിൽ നിന്ന് ഈമാനിലേക്ക് വരാൻ വേണ്ടി അവരിൽ പലരും സഹിച്ച ത്യാഗം എന്താണെന്ന് നമുക്കറിയാം. എന്നിട്ടും അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നിഷേധത്തെ, നന്ദികേടിനെ ഞങ്ങൾക്ക് നീ വെറുപ്പുള്ളതാക്കി തീർക്കണമേ. വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ അധർമ്മം. അൽ ഖുറൂജു അനി ത്വാഅ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോവുക, ജീവിതത്തിൽ ദൈവിക കൽപ്പനകളെ നിരസിക്കുക. അത് തന്നെയാണ് ഇസ്യാൻ എന്ന് പറഞ്ഞാലും. അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുള്ളതാക്കി തീർക്കണമേ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ മാത്രം നമ്മൾ പഠിച്ചാൽ അതിന്റെ അർത്ഥം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടിയത്, ആ കാര്യങ്ങളിൽ നിന്ന് തിരുമേനി ഒരു പ്രാവശ്യമായിരുന്നു ശരണം തേടിയിരുന്നെങ്കിൽ 100 അല്ല 1000 വട്ടം ശരണം തേടേണ്ട അവസ്ഥയിലാണ് നമ്മൾ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെന്നായിരുന്നോ പടച്ചവനോട് ചോദിച്ചിരുന്നത്, യാചിച്ചിരുന്നത്, കേണപേക്ഷിച്ചിരുന്നത്, അത് അനേകായിരം വട്ടം ചോദിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. കാരണം അവരെ അവിടുത്തെ അങ്ങേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരെയും താരതമ്യം ചെയ്യുമ്പോൾ, നാമുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ അത്രക്ക് മോശമായതുകൊണ്ടാണ്. ഏത് പ്രാർത്ഥന നിങ്ങൾ എടുത്തു നോക്കി, ഇതൊക്കെ നമ്മളിലുള്ള കുറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹുവിനോട് തേടുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, തിരുമേനിയോട് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുന്നു. മിനൽ ഹമ്മി വൽ ഹസൻ, ടെൻഷനിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, വ്യഥയിൽ നിന്ന്. വമിനൽ അജ്സി വൽ കസൽ, ദൗർബല്യത്തിൽ നിന്നും അലസതയിൽ നിന്നും. വമിനൽ ബുഖ്ലി വൽ ജുബ്ൻ, പിശുക്കിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും. വമിൻ ഗലബത്തി ദൈനി വഖഹ്റിർ റിജാൽ, കടം വന്ന് കുമിഞ്ഞു കൂടുന്നു. ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലായി. ഇവിടെ വെറുപ്പുള്ളതാക്കി തീർക്കണം എന്ന് പറഞ്ഞത് കുഫ്ർ, ഫുസൂഖ്, ഇസ്യാൻ എന്നതാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഈമാനിനെ ഇഷ്ടമുള്ള ഒന്നാക്കി അല്ലാഹു നമുക്ക് ആക്കി തീർക്കുമാറാകട്ടെ. എന്താണ് ഈമാൻ? ഈമാനിന് 3 തലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തലം ഈമാനും ബിൽ ലിസാനാണ്. കാഫിറായ ഒരാൾ, അമുസ്ലിമായ ഒരാൾ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് വരാൻ എന്താ ചെയ്യേണ്ടത്? കലിമത്തു ഷഹാദത്ത് ഉച്ചരിക്കുക. അതന്നെ. ഇന്ന് ഞാൻ യൂട്യൂബിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച് നടന്ന് അങ്ങനെ ഒരു ഫിലിം ഇറക്കിയ സംവിധാനം ചെയ്ത ഒരു ചെറുപ്പക്കാരനായ ഒരു യൂറോപ്യൻ ഇസ്ലാം സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു. അത് നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ഉണ്ടെങ്കിൽ അടിച്ചു നോക്കിയാൽ കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് ഒരു പണ്ഡിതൻ ചൊല്ലിക്കൊടുക്കുകയാണ്, ഇന്നലെ വരെ അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുള്ള ആള് മുഹമ്മദ് നബി ആയിരുന്നു. ആ മുഹമ്മദ് നബിയെ അപഹസിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് സിനിമ നിർമ്മിച്ച ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് വരികയാണ്, ഈമാൻ കൊള്ളുകയാണ്. ചൊല്ലിക്കൊടുക്കുകയാണ്, അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ ഇംഗ്ലീഷിൽ അദ്ദേഹം അതിന്റെ പരിഭാഷ പറഞ്ഞു, അത് ഏറ്റു പറയുന്നു. ഈ ഒരൊറ്റ വാക്കായിരുന്നു അബൂ താലിബ് പറയാൻ കൂട്ടാക്കാതിരുന്നത്. അപ്പൊ നാവ് കൊണ്ടത് പറയുക എന്നതാണ് ഈമാനിന്റെ ഒന്നാമത്തെ തലം.
അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയുക എന്നതാണ്. അർത്ഥം മനസ്സിലാക്കി ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടത് മൊഴിയുക. അയാൾ ഇസ്ലാമിലേക്ക് വന്നു. അബൂ താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന് പറയുന്നുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഉഹാജ്ജു ബിഹാ ഇൻദ റബ്ബി. പിതൃവ്യ, താങ്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയൂ, ഞാൻ അത് വെച്ച് എന്റെ റബ്ബിന്റെ എടുത്തു വെച്ച് ഞാൻ താങ്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാം. ക്ഷണിച്ചപ്പോഴൊക്കെ അബൂ താലിബിന്റെ മറുപടി എന്തായിരുന്നു? വദഅഉതനി വഅലിംതു അന്നക സാദിഖുൻ വലഖദ് സദഖത വകുൻത തമ്മ അമീനാ. മുഹമ്മദേ, നീ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. വഅലിംതു, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നക സാദിഖുൻ, നീ സത്യം പറയുന്നതാണ്. വലഖദ് സദഖത, നീ സത്യമാണ് പറഞ്ഞത്, ശരിയാണ്. വകുൻത തമ്മ അമീനാ, ഇതിനു മുമ്പും താങ്കൾ സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ബിഅന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദിന്റെ ദീനുണ്ടല്ലോ, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ, എല്ലാ ദീനുകളെക്കാളും ഉത്തമമായ ദീനാണത് എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ലാഹി ലൻ യസിലൂ ഇലൈക ബിഅസ്രിഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. നബിയെ കൊല്ലാനും ഉപദ്രവിക്കാനും ഒക്കെ അവർ വരികയായിരുന്നു. അബൂ താലിബ് പറയാണ്, ഞാൻ ഈ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്നത് വരെ താങ്കളുടെ രോമത്തിനൊരു പോറലേൽപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഇങ്ങനെ ജീവിച്ച ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ അബൂ താലിബിന് സ്വർഗം ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഹ്വനു അഹ്ലിൻ നാരി അദാബൻ, അബൂ താലിബിൻ നരകശിക്ഷയിൽ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ആൾ അബൂ താലിബായിരിക്കും. വഹുവ മുൻതഇലുൻ ബിനഅലൈനി, രണ്ട് ചെരുപ്പുകൾ നരകത്തിൽ വെച്ച് അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് കേൾക്കണം കേട്ടോ. യൻതഇലു ബിനഅലൈനി, രണ്ട് ചെരുപ്പുകൾ അദ്ദേഹം അണിയുന്നതാണ്. യഗ്ലി മിൻഹുമാ ദിമാഹുഹു, ആ ചെരുപ്പിന്റെ, ആ തീക്കനൽ കൊണ്ടുള്ള ചെരുപ്പിന്റെ ഉഷ്ണം കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറിങ്ങനെ വെള്ളം തിളക്കുന്നത് പോലെ വെട്ടിത്തിളക്കും. അപ്പൊ എന്തായിരിക്കും ആ നരകം? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് ഇങ്ങനെ കേറുക എന്നത് ഈമാനിന്റെ ഒന്നാമത്തെ തലമാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ, നമുക്ക് അതിനെന്തെങ്കിലും ചെലവുണ്ടായിട്ടുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് സ്വർഗപ്രവേശനത്തിന്റെ ഒന്നാമത്തെ ബാധ്യത, അതുവഴി ഒന്നാമത്തെ യോഗ്യത നേടിയ നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ത്യാഗം അനുഭവിച്ചിട്ടുണ്ടോ? ഇനി കേവലം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം രക്ഷപ്പെടുക, അതാണ് ഈമാനിന്റെ മറ്റു ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അബൂ താലിബ് ജീവിതത്തിൽ അദ്ദേഹം നന്മയെ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല, ലോകത്ത് പല മുസ്ലിങ്ങളും ചെയ്യാത്ത സേവനം ഇസ്ലാമിന് അദ്ദേഹം ചെയ്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര വർഷക്കാലം മരണം വരെ സംരക്ഷിച്ചു എന്നത്. വല്ലാഹി ലൻ യസിലൂ ഇലൈക മുജദ്ദദൻ ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, എന്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്ന കാലത്തോളം
എന്റെ മൃതശരീരം ഈ മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്ന കാലപ്പെടുന്നതുവരെ താങ്കളുടെ രോമത്തിന് ആർക്കും തന്നെ ഒരു പോറലും ഏൽപ്പിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ സംരക്ഷിച്ച അബൂ താലിബ് ജീവിതത്തിൽ നന്മയെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഈമാൻ അത് കിട്ടിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് അബൂ താലിബ് നരകത്തിലാണ്. ഇനി കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് മാത്രം നാവ് കൊണ്ട് പറഞ്ഞു, ജീവിതം മുഴുവൻ അബൂജഹലിന്റെ ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടുമോ? ഒന്നാമത്തെ ഈമാന്റെ തലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്, കലിമത്തു ഷഹാദത്ത് ഉച്ചരിക്കലാണ് എന്ന് നാം പറഞ്ഞു. ആ ഉച്ചരിച്ച വ്യക്തി മരിക്കുമ്പോഴും അത് ഉച്ചരിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ ഹദീസ് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. മരിക്കുന്ന കാഴ്ച കണ്ട ആളുകൾ അത് ശരിക്ക് അവർക്ക് ബോധ്യമാകും. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ ദുനിയാവിൽ നിന്ന് ഒരാൾ ഏറ്റവും അവസാനം നാവ് കൊണ്ട് മൊഴിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചതു തന്നെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. മുസ്ലിമായി നടന്ന പലർക്കും തന്നെ മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുകയാണ്, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. എന്നുവെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ചൊല്ലിക്കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ചൊല്ലിക്കൊടുത്തത് കേട്ട് അദ്ദേഹം ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, പിന്നെ വീണ്ടും ചൊല്ലിക്കൊടുക്കരുത്. ഈ വിവരമില്ലാതെ കുറെ ആളുകൾ അടുത്ത് നിന്നിട്ട് വീണ്ടും വീണ്ടും ചൊല്ലിക്കൊടുക്കും. അങ്ങനെ വേണ്ട. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു പ്രാവശ്യം ചൊല്ലിക്കൊടുക്കുക. അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ചൊല്ലിക്കൊടുക്കണം. പറയുന്നത് വരെ ചൊല്ലിക്കൊടുക്കും. അദ്ദേഹം അത് പറഞ്ഞോ പിന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കരുത്. ഇനി അദ്ദേഹം ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൊണ്ടാ എന്തോ സംസാരിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവൂല. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട, അല്ലെ കുറച്ച് വെള്ളം കൊണ്ട, അല്ലെങ്കിൽ എന്റെ മകൻ വന്നോ, അവര് പോയോ എന്നൊക്കെ ചോദിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ വീണ്ടും പറഞ്ഞു കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പറയരുത്. എന്നുവെച്ചാൽ അവസാനം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിചാരകനായിരുന്ന യഹൂദി ചെറുക്കൻ രോഗിയായപ്പോൾ ആ രോഗിയായ യഹൂദി ചെറുക്കനെ കാണാൻ ചെന്ന സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ആ യഹൂദ ചെറുക്കന്റെ വീട്ടിലേക്ക് കയറി ചെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുക്കന്റെ കടത്തം കണ്ടപ്പോൾ ഇത് അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് തിരുമേനിക്ക് ബോധ്യമാകുന്നു. ആ കുട്ടിയുടെ തലയുടെ ഭാഗത്ത് പിതാവ് ഇരിക്കുന്നു. പിതാവും ജൂതനാണ്, മകനും ജൂതനാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയോട് പറയുകയാണ്, യാ ഗുലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി വൃത്തിയാക്കി കൊടുക്കുകയും റസൂലിനെ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഗുലാം, ഒരു ചെറുക്കൻ ജൂതനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തൊരു ബന്ധമാണ്. അസുഖമായി കടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ ചെല്ലുകയാണ്. ആ കുട്ടി മരിക്കാൻ പോവുകയാണെന്ന് തോന്നുമ്പോ നബിയുടെ ആഗ്രഹം, നാളെ സ്വർഗത്തിൽ എന്റെ പരിചാരകനായിരുന്ന ആ കുട്ടി ഉണ്ടാകണം. അതിന് അവനുള്ള തടസ്സം മുസ്ലിം ആയില്ല എന്നതാണ്. അതുകൊണ്ട് മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ.
ഹദീസിൽ കാണാം ആ കുട്ടി തന്റെ പിതാവിനെ ഒന്ന് നോക്കും. കാരണം പിതാവ് ജൂതനാണ്, സമ്മതിക്കൂല. തന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കും, നബിയുടെ മുഖത്തേക്ക് നോക്കും. ആരെയാ തള്ളേണ്ടത്, ആരെയാ കൊള്ളേണ്ടത്? പിതാവ് ഒന്നും മുണ്ടൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു കൊടുക്കും, യാ ഗുലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂന്നാമത്തെ പ്രാവശ്യം ഈ ജൂതനായ പിതാവ് പറഞ്ഞു, അത്യ അബൽ ഖാസിം, അത്യ അബൽ ഖാസിം. അദ്ദേഹം പറയുന്നത് കേട്ട മോനെ. ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിഞ്ഞു. പുറത്തിറങ്ങിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാഹു മിനന്നാർ. നരകത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിച്ച അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പറയുകയുണ്ടായി. മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്താൽ ചില ആളുകൾക്ക് പറയാൻ കഴിയില്ല, നാവിങ്ങോട്ട് പൊന്തൂല. അത്തരം ആളുകൾ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പകർത്താത്തവരാണ്. അവരുടെ വായിൽ നിന്നും നാവിൽ നിന്നും വരുന്നതൊക്കെ മ്ലേച്ഛ കാര്യങ്ങളായിരിക്കും. ഒന്നുകിൽ കുഫർ, അല്ലെങ്കിൽ ഫിസ്ഖ്, അല്ലെങ്കിൽ ഇസ്യാൻ, അനുസരണക്കേട്. ഒന്നുകിൽ നന്ദികേട്, അല്ലെങ്കിൽ സത്യനിഷേധം, അല്ലെങ്കിൽ അധർമ്മം, അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണക്കേട്. ഇതായിരിക്കും നാവിൽ നിന്ന് ജീവിതകാലം മുഴുവൻ വന്നിട്ടുണ്ടാകുക. അത്തരം ആളുകൾക്ക് മരിക്കാൻ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുകയില്ല. പേടിയാകുന്ന, ഭീതിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ടില്ലേ നിങ്ങൾ? ഭീകരനായ ആരെങ്കിലും, ഭീകരമായ വല്ല ജന്തുക്കളും നമ്മെ കുത്താൻ വരുന്നു, ആക്രമിക്കാൻ വരുന്നു. ഉറങ്ങുന്ന മനുഷ്യൻ ഉറക്കത്തിൽ കാണുകയാണ്. അവന് ഓടണമെന്നുണ്ട്, പക്ഷേ കാല് നീങ്ങുന്നില്ല. അവനെ വിളിച്ച് അട്ടഹസിക്കണമെന്ന്, നിലവിളിക്കണമെന്നുണ്ട്, പക്ഷേ നാവ് പൊന്തുന്നില്ല. അവന് കൈ കൊണ്ട് തടുക്കണമെന്നുണ്ട്, പക്ഷേ കൈ ഓങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭമായിരിക്കും. വല്ലാഹി ലതമൂതൂന കമാ തനാമൂൻ വതുഹ്ശറൂന കമാ തസ്തൈഖിലൂൻ. നിങ്ങൾ ഉറങ്ങുന്നത് പോലെ മരിക്കും, നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ നാളെ അല്ലാഹുവിങ്കൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പൊ ഉറക്ക് അതിന്റെ ഒരു സാമ്പിളാണ്. പേടിയാകുന്ന ഉറക്കത്ത് കാണില്ലേ നമ്മൾ? ഓടാൻ നോക്കുമ്പോ കാല് നീങ്ങൂല, ഓടിയാൽ വിളിച്ച് കൂവാൻ നോക്കും, പക്ഷെ നാവ് പൊന്തുകയില്ല. ഇത് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നതാ. ഇങ്ങനെ ആയിരിക്കും മരിക്കാൻ കിടക്കുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചേട്ടമനുസരിച്ച് ജീവിക്കാത്ത ഒരുത്തൻ മരിക്കാൻ കിടക്കുമ്പോ അങ്ങനെയായിരിക്കും. തന്റെ ഇഷ്ടപ്പെട്ട ഭാര്യ വന്നിട്ട് ഒന്ന് പറയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. തന്റെ പിതാവോ മക്കളോ വന്നിട്ട് ഉപ്പ ഒന്ന് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവ് കൊണ്ട് പോടൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. അതുകൊണ്ടാണ് അല്ലാഹു എന്നോടും നിങ്ങളോടും പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എന്താ ആയത്ത് പറയുന്നത്? അല്ലയോ ഈമാൻ മനസ്സിലുള്ളവരെ, അല്ലയോ മുഅ്മിനുകളെ, അല്ലയോ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അല്ലാഹുവിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ തഖ്വ, ആ തഖ്വ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ. ഒരാൾ മരിക്കാൻ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചു, അല്ലെങ്കിൽ മരണം തൊണ്ടക്കുഴിയിൽ എത്തിയിട്ട് ഈമാൻ കൊണ്ടു എന്ന് അത് സ്വീകരിക്കൂല. അങ്ങനെയാണെങ്കിൽ ഫിറോ മുസ്ലിം ആണ്ടിയിരുന്നു, ഫിറോ മുഅ്മിനാണ്ടിയിരുന്നു. മുങ്ങിച്ചാകുമ്പോ ഫിറോ പറഞ്ഞില്ലേ,
ആമന്തു ബിറബ്ബി മൂസാ വഹാറൂൻ. ഖുർആനിലുണ്ട്, മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചു. മുങ്ങിച്ചാകുകയാണെന്ന് കാണുമ്പോ ആ ഇസ്ലാം കൊണ്ട്, ആ ഈമാൻ കൊണ്ട് കാര്യമില്ല. മരണം അങ്ങോട്ട് തൊണ്ടക്കുഴിയിലെത്തി, ഇനി മരിക്കന്നെയാണെന്ന് ഉറപ്പായി. അതുകൊണ്ട് മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ ജീവിക്കരുത് എന്നാണ്. മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കരുത്. വൃത്തികേട് ചെയ്യുമ്പോ ഈമാൻ ഉണ്ടാവില്ല. ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുകയില്ല, അവൻ വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനായിക്കൊണ്ട്. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മോഷ്ടാവ് മോഷ്ടിക്കുകയില്ല, ആ മോഷ്ടിക്കുന്ന സമയത്ത് അവൻ മുഅ്മിനായിരിക്കെ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വലാ യശ്റബു ശാരിബു വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. മദ്യപിക്കുന്നവൻ മദ്യപിക്കുകയില്ല, അവൻ മദ്യപിക്കുന്ന സമയത്ത്, കള്ള് കുടിക്കുന്ന സമയത്ത് അവൻ മുഅ്മിനായിരിക്കെ. അതുകൊണ്ട് കള്ള് കുടിക്കുമ്പോൾ ഒരാളുടെ ഹാർട്ട് അറ്റാക്കായി നോട്ടിക്കോളി. കള്ള് പള്ളയിലെത്തി ആണ് ഹാർട്ട് അറ്റാക്കായി എന്ന് വിചാരിച്ചോളി, കാഫിറായിട്ടാ മരിക്കുക. വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹറാമ് ചെയ്ത് പിന്നീട് ഒരു പാഴത്ത് ചെയ്യുന്നതിന് മുമ്പ്, തൗബ ചെയ്യുന്നതിന് മുമ്പ് അവൻ മരിച്ചു, കാഫിറായിട്ടാ മരിക്കുക. അത് പുറത്തുള്ളവർക്ക് അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അന്യന്റെ മുതല് മോഷ്ടിച്ചു, കവർന്നു, ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ സമയത്ത് അവർക്ക് ഈമാൻ ഉണ്ടായിരിക്കുകയില്ല. എങ്ങനെയാ മരിക്കുക, എപ്പോഴാ മരിക്കുക എന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ല. ആര് എപ്പോൾ എവിടെ എങ്ങനെ മരിക്കും എന്നതിനെ സംബന്ധിച്ച് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുക, അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക. രണ്ടാമത്തെ തലം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക എന്നതാണ്. മനസ്സിൽ അങ്ങോട്ട് തറക്കണം. ഇമാം ഹസനുൽ ബസ്രി പറയുകയാണ്, ഇന്നൽ ഈമാന ലൈസ ബിത്തഹല്ലി വലാ ബിത്തമന്നി. ഈമാൻ ഒരിക്കലും അല്ല ബിത്തഹല്ലി, കെട്ടി നടക്കുക. ഈമാൻ കെട്ടി നടക്കുക, വേഷഭൂഷാദികളിൽ, ആകാര സൗഷ്ഠവത്തിൽ, ചേലിൽ, കോലത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ, അതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല ഈമാൻ. വലാ ബിത്തമന്നി, കൊതിക്കുന്നത് പോലും അല്ല, ആഗ്രഹിക്കുക. തമന്നി. ഇന്നൽ ഈമാന, ഈമാൻ എന്ന് പറയുന്നത് മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, അത് ഹൃദയത്തിൽ രൂഢമൂലമായതും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ സജീവമായതുമായ ഈമാനാണ് ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നമുക്ക് കാണാം, നാവ് കൊണ്ട് ഈമാൻ പ്രകടിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ഹൃദയത്തിൽ അത് തൊട്ടു തീണ്ടുകയും ചെയ്യാത്ത വിഭാഗത്തെ സംബന്ധിച്ച് അല്ലാഹു സൂചന നൽകുന്നത്. യാ അയ്യുഹർ റസൂലു, അല്ലയോ ദൂതരെ, ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലൂ ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. ആമന്നാ ബിഅഫ്വാഹിഹിം, അവർ ആമന്ന എന്ന് പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ വലം തുഅ്മിൻ ഖുലൂബുഹും, മനസ്സിൽ അത് തൊട്ട് തീണ്ടിയിട്ടില്ല. അത്തരം ആളുകളുടെ അവസ്ഥയോ ഉലൈകല്ലദീന, ആ ആയത്ത് വലിയ ആയത്താണ്. അതിന്റെ അവസാനം ഇങ്ങനെയാണ് അല്ലാഹു അത് അവസാനിപ്പിക്കുന്നത്. ഉലൈകല്ലദീന, അത്തരക്കാരുണ്ടല്ലോ,
ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. വലിയ കാര്യമാണ് ഈ പറഞ്ഞത്. അത്തരം ആളുകൾ ലം യുരിദില്ലാഹു അൻ യുതഹിറ ഖുലൂബഹും, അല്ലാഹു അവരുടെ ഹൃദയത്തെ വെടിപ്പാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, വൃത്തിയാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ലഹും ഖിസ്യുൻ ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ, ഈ ലോകത്ത് തന്നെ അവർക്ക് ഖിസിയാണ്, നിന്യതയാണ്, ഒരു കുരുത്തവും പിടിക്കൂല. എന്നാലും പരലോകത്തോ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, പരലോകത്തെത്തുമ്പോ ഭയങ്കര ശിക്ഷയും. ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾ, ജൂത ക്രൈസ്തവർ, അവരെ സംബന്ധിച്ച്, അവരുടെ വാദഗതികളെ സംബന്ധിച്ച് അല്ലാഹു എനിക്കും നിങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിചയപ്പെടുത്തിയത് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു ചില യാഥാർത്ഥ്യങ്ങൾ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെക്കുന്നു. എന്താ അവര് പറഞ്ഞിരുന്നത്? വഖാലു, അവര് പറഞ്ഞു, ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ, നമ്മളൊക്കെ അല്ലാഹുവിന്റെ ആളുകളാണ്, ഇനി നരകത്തിൽ പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം നരകത്തിൽ പോവുകയായിരിക്കും, അത് കഴിഞ്ഞ് സ്വർഗത്തിലെത്തും. മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരൊക്കെയും വിശ്വസിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ തമന്നിയാണ്. തമന്നി അഥവാ കൊതി, ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ മോഹവലയത്തിൽപ്പെട്ടുകൊണ്ട് അത്തരം വ്യാമോഹങ്ങളുമായി നടക്കുന്നവർ ആയിരുന്നു ബനി ഇസ്രായേൽ. ആ ബനി ഇസ്രായേലിലേക്ക് അവരുടെ ആ വ്യാമോഹം ഒട്ടും തന്നെ ഉപകരിച്ചില്ല. അല്ലാഹു അവരെ സംബന്ധിച്ച് അവർക്കത് വ്യക്തമാക്കി കൊടുത്ത് നമ്മോട് പറയാം, ബലാ, എന്നാ അങ്ങനെയൊന്നല്ല കേട്ടോ. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിയതുഹു ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ബലാ മൻ കസബ സയ്യിഅതൻ, ആരെങ്കിലും ഒരു സയ്യിഅത്ത് ചെയ്താൽ, ഒരു സയ്യിഅത്ത്, അല്ലാഹുവിനെന്താ ബനി ഇസ്രായേലരോടും ജൂതന്മാരോടും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുമെന്നും, ഞാനും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഇതൊക്കെ അല്ലാഹുവിന്റെ പടപ്പുകൾ തന്നെയാണല്ലോ, നമ്മൾ തെറ്റ് ചെയ്താൽ ഒരു വിഷയമല്ല. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ആരും വിചാരിക്കാതിരിക്കാനായി പറയുന്നത്. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിഅതുഹു, ഒരു തെറ്റ് ചെയ്തു, അവനെ അവന്റെ തെറ്റ് വലയം ചെയ്തിരിക്കുകയാണ്, തെറ്റുകുറ്റങ്ങൾ. ഫൗലൈക, അത്തരക്കാർ, അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അതായത് കുറച്ചു കാലം നരകത്ത് കടക്കുമെന്നല്ല, അതിലവർ കാലാകാലവും ശാശ്വതവാസികളായിരിക്കും. പിന്നെ ആരാ സ്വർഗത്തിൽ പോവുക? വല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകൾ. അത് മാത്രം മതിയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അതിൽ പെടും. അല്ലാഹു അവിടെ നിർത്തിയില്ല. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സാലിഹായ കർമ്മങ്ങൾ. സാധാരണഗതിയിൽ സാലിഹായ കർമ്മങ്ങൾ എന്നുള്ളതിന് സൽക്കർമ്മങ്ങൾ എന്ന് പറയും. എന്തിനാ സൽക്കർമ്മം എന്ന് പറയാ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അമലുൻ സാലിഹ്, സാലിഹ് എന്ന് പറഞ്ഞാൽ ഫിറ്റായ, അനുയോജ്യമായ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്ത് അനുയോജ്യമായത് അല്ലാഹുവിന്റെ കണക്കനുസരിച്ച് അനുയോജ്യമായത്. അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഇദ്ദല്ലി യാ റസൂലല്ലാഹ് ബിൽ ജിഹാദി ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പ്രവാചകരെ എന്നെയും കൂട്ടണം. എന്താ ടൂറ് പോവാനാ? എന്തോ സമ്മാനം കിട്ടുന്നത് നേടാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ വേണ്ട. കാരണം ശത്രുക്കളുടെ എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇവരടുത്തൊന്നും ഉണ്ടാവൂല, ആയുധമുണ്ടാവൂല. അത് എന്നുണ്ട്, അത്രയും താരതമ്യത്തിന് വരെ അർഹത ഇല്ല. പിന്നെയും ഇവരെന്തിനാ? സ്വർഗത്തിൽ പോകാൻ വേണ്ടി. പലരും പോകുമ്പോൾ ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഹാദിന് പോയിരുന്നത്. കണ്ണ് കാണാത്ത ഒരാള് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം ജിഹാദിന് പുറപ്പെടുകയാണ്. അപ്പൊ മക്കള് പറയാ ജീവിതത്തിൽ അവസാന കാലമാണ്, ജീവിതത്തിന്റെ അവസാന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിൽ അവതരിച്ചിട്ടുണ്ട്. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ, ഒരു സൂറത്ത് തന്നെ. ആ സഹാബി ജീവിതത്തിന്റെ സായം സന്ധ്യയിലെത്തിയിരിക്കുന്നു. മക്കള് പറയാ, വാപ്പ നിങ്ങൾ എത്ര കാലം നബിയുടെ കൂടെ സേവനം ചെയ്ത ആളാണ്, ഈ പ്രായമായ സമയത്ത് നിങ്ങൾ ജിഹാദിനൊന്നും പോണ്ട, ഇവിടെ വിശ്രമിച്ചോളി. അപ്പോൾ ആ സഹാബി പറയാണ്, മക്കളെ എനിക്ക് കണ്ണ് കാണൂലല്ലോ, അത് എനിക്കൊരു ഗുണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ശത്രുക്കളുടെ വലിപ്പം കണ്ടിട്ട് ആർക്കെങ്കിലും പേടിച്ച് ഓടണമെന്ന് തോന്നിയാൽ, കണ്ണ് കാണാത്തത് കൊണ്ട് ശത്രുക്കളെ ഞാൻ ശരിക്ക് കാണാത്തത് കൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞോടൂല, ഞാൻ മുമ്പോട്ടേ പോളൂ. നിർബന്ധം പിടിച്ചു അദ്ദേഹം പോയി, യുദ്ധത്തിന് പോയി. ചരിത്രകാരന്മാര് പറയുകയാണ്, യുദ്ധമൊക്കെ കഴിഞ്ഞ് യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്ന ശുഹദാക്കളെ ഇങ്ങനെ നോക്കിയ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ പതാകയെ വാരിപ്പുണർന്നുകൊണ്ട്, ഇസ്ലാമിന്റെ പതാകയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേതനയെത്തി യുദ്ധക്കളത്തിൽ രക്തമൊലിപ്പിച്ച് ഷഹീദായി കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ സഹാബിമാരെ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ മരിക്കണം എന്ന ആഗ്രഹം, അതാണ് ഈമാൻ. ഈ ചെറുപ്പക്കാരൻ വന്നിട്ട്, നബിയെ ജിഹാദിന് എനിക്ക് അനുമതി തരണം, എന്നെയും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദാക്, നിന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ മകനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? അതെ, ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് സ്വന്തമായി അവരുടെ കാര്യം നിർവഹിക്കാൻ പറ്റാത്ത വിധം പ്രായാധിക്യത്തിൽ പ്രയാസപ്പെടുന്നവരാണ്. അവരെ സഹായിക്കുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ, അവരെ പരിചരിക്കുവാൻ ഞാനാണുള്ളത്. പക്ഷേ ജിഹാദിന് പോയിട്ട് ഷഹീദായ കൂലി എനിക്കും കിട്ടണമല്ലോ. കുറെ കാലം ഞാൻ എന്റെ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ നോക്കുന്നുണ്ട് പ്രവാചകരെ, അവരോട് എനിക്ക് പെരുത്ത സ്നേഹമാണ്. ജീവിതത്തിൽ മണിമാളികൾ ഉണ്ടാക്കണമെന്നോ, കൊട്ടാരങ്ങൾ ഉണ്ടാക്കണമെന്നോ, അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കണമെന്നോ, ഒരുപാട് സ്വത്ത് സമ്പാദിക്കണമെന്നോ അല്ല അവരുടെ ആ കാലത്തുള്ള ആഗ്രഹം. മറിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു സീറ്റ് ലഭിക്കണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളത്. അതിന് ഏറ്റവും പറ്റിയ വഴി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവല് മാത്രമാണെന്ന് അവർ മനസ്സിലാക്കി. ആ ധാരണയെ തിരുത്തുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹയ്യുൻ വാലിദാക്? ഖാല നഅം യാ റസൂലല്ലാഹ്. ഖാൽ ഫഫീഹിമാ ഫജാഹിദ്. ഫഫീഹിമാ ഫജാഹിദ്. എങ്കിൽ അവരുടെ വിഷയത്തിൽ നീ ജിഹാദ് ചെയ്തോ മകനെ.
യുദ്ധകളത്തിൽ പോയി ജീവനും രക്തവും ശരീരവും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന ആ പ്രതിഫലം നിന്നെ നൊന്തുപെറ്റി പോറ്റി വളർത്തി നിന്നെ പരിചരിച്ച് പരിലാളിച്ച് ഈ രൂപത്തിലാക്കിയ നിന്റെ മാതാപിതാക്കൾക്ക് ശുശ്രൂഷയും പരിചരണവും പരിലാളനയും സേവനവും ചെയ്യുന്നത് വഴി നിനക്ക് ലഭിക്കും മകനെ. അതുകൊണ്ട് ഫഫീഹിമാ ഫജാഹിദ്, അവർക്ക് വേണ്ടി അവരുടെ വിഷയത്തിൽ നീ ജിഹാദ് ചെയ്തോ. ജിഹാദ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രായമൊക്കെ എത്തുന്നതോടുകൂടി ആ പ്രായത്തിനോടുകൂടി മരുന്ന് എടുത്തു കൊടുത്താൽ, കയ്യിൽ കൊടുത്താൽ ചിലപ്പോ അത് മകൻ പോയി കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങൾ കുടിക്കൂലേ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ എന്ന് ചോദിച്ചിട്ട് പോയാൽ ചിലപ്പോ വരുമ്പോഴേക്ക് കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറയുന്നതിനൊക്കെ നേരെ തിരിച്ചു ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും പ്രയാസം തോന്നും. ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആ പ്രായത്തുമ്പോ വല്ലാത്ത പ്രയാസം തോന്നും, ദേഷ്യം പിടിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ വരാത്തൊരു പ്രായമുള്ള വാപ്പയും ഉമ്മയും ഉണ്ടായിട്ട് ഒരുത്തന് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ കാര്യം മഹാനഷ്ടം, കഷ്ടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഈമാൻ എത്ര വിശാലമാണ് എന്ന് തെളിയിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയ ഈമാൻ, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, അമലുൻ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അനുയോജ്യമായ പണി എന്നാണ്. അതിനാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഉപ്പയും ഉമ്മയും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവരെ തിരിഞ്ഞു നോക്കാതെ അവരൊരു വഴിക്ക് വെച്ച് മാറ്റി വെച്ചിട്ട് അവരെ അനാഥയാക്കി വിട്ടുകൊണ്ട് ഒരാൾ ഉംറക്ക് പോകാന്ന് വിചാരിച്ചോളി, അതിന് അമലുൻ സാലിഹ് എന്ന് പറയില്ല, അത് അമലുൻ ഗൈറു സാലിഹ് എന്നാ പറയാ. നൂഹ് നബിയുടെ മകനെ പറ്റി അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അന്നഹു അമലുൻ ഗൈറു സാലിഹ് എന്നാണ്. അപ്പൊ പോകുന്നത് ഉംറക്കാണ്. അപ്പൊ ഉമ്മാനെയും ഉപ്പായെയും നോക്കാൻ ആരാ ഉള്ളത്? ആ ഉമ്മാനെ ഉപ്പാനെ നോക്കി കുറിച്ച് അമ്മക്കുമല്ലേ ഒരു ഉംറ ചെയ്യാനൊക്കെ ഒരു പൂതി. അങ്ങനെ ചിന്തിക്കരുത്. അപ്പൊ ഓരോ സമയത്തും പഠിക്കുന്നവരാണെന്ന് കൂട്ടിക്കോളൂ. പഠിക്കുന്ന സമയത്ത് വേറെ പണിക്ക് പോയാൽ അതിന് അമലും സ്വാലിഹ് എന്ന് പറയില്ല. ഇരുന്ന് പഠിക്കേണ്ട സമയത്ത് വേറെ സേവനം ചെയ്യാൻ പോയി ചെയ്യുന്നത് നല്ല സേവനമായിരിക്കും, അതിന് അമലും സ്വാലിഹ് എന്ന് പറയില്ല. അല്ലെങ്കിൽ ഒരു അധ്യാപകനാന്ന് കൂട്ടിക്കോളി, പഠിപ്പിക്കുന്ന അധ്യാപകനാന്ന് കൂട്ടിക്കോളൂ. അവര് ക്ലാസ്സിൽ പോകാതെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കും. ശബ്ദം ഉണ്ടാക്കുമ്പോ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ വന്ന് ഈ ക്ലാസ്സിൽ നോക്കിയാൽ കുട്ടികൾ ഭയങ്കര ഒച്ചയും ബഹളവും. എന്താടോ നിങ്ങളിങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്? മാഷില്ലേ? ഇല്ല സാർ, മാഷൊന്ന് വന്നിട്ടില്ല. എന്തേ വരാതെന്നത്? അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, വളരെ എപ്പോഴെങ്കിലൊക്കെ കയറി വരുള്ളൂ. അപ്പൊ ഇയാളാണെങ്കിലോ, ഇയാൾ ഭയങ്കര ജനസേവകനായിരിക്കും. നാട്ടിൽ ചെന്ന് നോക്കിയാൽ പറയാ ഓ ഓനുള്ളതുകൊണ്ടാണ്, ആര് എന്ത് പറ്റിയ ഓനെ കിട്ടുക. അദ്ദേഹത്തിന്റെ അമലും സ്വാലിഹ് ഏതാ? അത് ആ മക്കളെ പഠിപ്പിക്കാന്നുള്ള. എന്നോട് ഒരിക്കലും ഒരാള് റമദാനിലെ മാസാണ് പറയാണ്, വളരെ പരിചയമുള്ള ഒരു സുഹൃത്ത്, ഒരു ബന്ധു കൂടിയാണ്. ഈ കൊല്ലത്തെ റമദാനിലെ അവസാനത്തെ 10 ഞങ്ങൾ സ്കൂളിലെ എല്ലാ മുസ്ലിം അധ്യാപകരും ഒന്നിച്ച് ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തിനാ ലീവ് എടുക്കുന്നത്? എഅ്തികാഫ് ഇരിക്കാൻ. റമദാനിലെ അവസാനത്തെ 10 എഅ്തികാഫ് ഇരിക്കാൻ, അതിനേക്കാളും വലിയ പുണ്യമുള്ള കാര്യം പിന്നെ ഏതാ ഉള്ളത്? അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, എന്താ സ്കൂള് മൊത്തം ലീവാണോ? അല്ല. സ്കൂൾ മൊത്തം ലീവാണോ? അല്ല, സ്കൂൾ മൊത്തം ലീവല്ല. പിന്നെ നിങ്ങൾ ഇങ്ങനെ ലീവ് എടുത്താലോ ആ കുട്ടികൾ ക്ലാസ്സിൽ വരൂലേ? വരും. അത് ഞങ്ങൾക്ക് ലീവുണ്ടല്ലോ, അനുവദിച്ച ലീവുണ്ടല്ലോ, സർക്കാർ അനുവദിച്ച ലീവുണ്ട്. സർക്കാർ അനുവദിച്ച ലീവുണ്ട് ശരി തന്നെ, ഈ മക്കൾ ക്ലാസ്സിൽ വരുന്നത് എന്തിനാ? പഠിക്കാൻ.
എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരുടെ വാപ്പയും ഉമ്മയും ആ മക്കളെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവര് നല്ല ഒരു ബുക്കും സ്ലേറ്റും ബുക്കും പെൻസും പെൻസിലും ഒക്കെ ആയിട്ട് ക്ലാസ്സിൽ വന്നിരുന്നാൽ അധ്യാപകരില്ല. ഇരിക്കട്ടെ, ശരിയാണ്, യഥാർത്ഥത്തിൽ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുകയും വേണം. ചിലപ്പോ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുണ്ടാവും, ലീവ് എടുക്കേണ്ടി വരും, വേറെ ആരും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇതുപോലുള്ള സംഗതി ഞാൻ പറഞ്ഞെന്ന അമലുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറിപ്പോകാൻ പാടില്ല. ഒരു വീട്ടിലെ സ്ത്രീയുടെ അമലും സാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? വീടും പരിസരവും നല്ല വൃത്തിയിൽ കൊണ്ടടക്കുക, മക്കളെ നല്ല തെർബിയത്ത് നൽകി വളർത്തുക, അവരെ നമസ്കാരത്തിന്റെ സമയമാവും നമസ്കാരത്തിന് അവരെ പ്രേരിപ്പിക്കുക, മക്കളെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. ചില ഉമ്മാര് ഒരിക്കലും കുറെ നേരം വൈകി കിടന്നതാ, പരീക്ഷയായിട്ട് പഠിച്ച് ഉറക്കം കഴിഞ്ഞതാ, അതുകൊണ്ട് കുറച്ചു നേരം കൂടി കിടന്നോട്ടെ. ഉപ്പ വിളിക്കുമ്പോ ഉമ്മ പറയാ, എന്തിനാ മക്കളല്ല, അവര് കിടന്നോട്ടെ. അതിന് അമലുൻ സാലിഹ് എന്നല്ല, ഒരു അമലുൻ ഫാസിദ് അല്ല, മുഫ്സിദ് എന്നാ പറയാ. കുട്ടികളെ നിങ്ങൾ വിളിച്ചാൽ കുട്ടികൾ എഴുന്നേൽക്കും, വിളിച്ചിട്ടില്ലെങ്കിൽ അവർ എഴുന്നേൽക്കുകയില്ല. നിങ്ങൾ നന്ന ചെറിയ പൈതങ്ങളെ നോക്കിക്കോളൂ, സുബൈന്റെ നേരത്ത് അള്ളാഹു അവരെണീപ്പിക്കും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട്, ഒരു ഉമ്മ വന്നിട്ട് എന്നോട് പറയണം, എന്റെ പ്രസവിച്ച ഉടനെയുള്ള ഈ കുട്ടി, മുലകുടി പ്രായത്തിലുള്ള ഈ കുട്ടി മൂരി ഉറങ്ങുന്നുണ്ട് സുബൈന്റെ നേരത്ത്, ഒരു 8 മണി വരെ ആ കുട്ടി എണീക്കൂല. ഏതെങ്കിലും ഒരു ഉമ്മ കാര്യം എന്നോടൊന്ന് പറയണം. ഞാൻ അന്വേഷണത്തിലൊക്കെ മനസ്സിലായത് സുബൈന്റെ നേരത്ത് ഈ കുട്ടികൾ ഉറക്കണിയും. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും പിരാന്തൊടിക്കും, ഉറങ്ങാനും സമ്മതിക്കൂല. കാരണം അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയിലാണ് ആ പിഞ്ചുമക്കൾ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മക്കളും ആ അള്ളാഹു നൽകിയ ആ പ്രകൃതിയിലാണ് ജനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഉമ്മയുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയിലും വെടിപ്പിലും, വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയാൽ നല്ല ഒരു അന്തരീക്ഷം, ആ വീട്ടിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ മുഴങ്ങും. അതൊക്കെ കണ്ടിട്ട് മക്കളും പഠിക്കുകയാണ്. ഏതെങ്കിലും മദർസയിലെ സ്കൂളിലെ കുട്ടിന്റെ മൂക്ക് നൊലിക്കുകയും തല വരാതെ വരികയും ചെയ്തിട്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി, ആ കുട്ടിന്റെ ഉമ്മ ഒരു ശ്രദ്ധയില്ലാത്ത ഉമ്മയാണ്. നല്ല ബോധമുള്ള ഉമ്മനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ മദർസയിലേക്ക് പോകുമ്പോ തന്നെ അയറ്റുള്ള നല്ല ഒരുക്കി വൃത്തിയാക്കിയിട്ടേ പറഞ്ഞേക്കുള്ളൂ. ഇത് എന്തായാലും എന്താ പെറ്റിങ്ങനെ കൂട്ടുക, അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അമലുൻ സാലിഹ് എന്ന് പറഞ്ഞത് പല തെറ്റിദ്ധാരണകളും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ അമലുൻ സാലിഹ് ഓരോ സമയത്തും ഏറ്റവും അനുയോജ്യമായ, അള്ളാഹുവിന് പൊരുത്തമുള്ള, ഏറ്റവും ഫിറ്റായ കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈമാൻ, അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ, സാലിഹായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ, അവർ ആ സ്വർഗത്തിൽ കാലാകാലവും ശാശ്വതവാസികളായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കുടുംബം മൊത്തം സ്വർഗത്തിലേക്ക് അങ്ങ് എത്തുക എന്തൊരു സന്തോഷകരമായ സംഗതിയാണ്. എല്ലാ സ്വർഗീയ കവാടങ്ങളിലൂടെയും കുടുംബസമേതം പ്രവേശിക്കുക. മലക്കുകൾ അവരെ അഭിവാദനം ചെയ്യുക, സ്വാഗതം ചെയ്യുക. സലാമുൻ അലൈക്കും തിബ്തും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. വാപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മലക്കുകൾ അവരെ ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് സന്തോഷം, സലാം എന്ന് പറഞ്ഞുള്ള ആ അവസ്ഥ. അപ്പോൾ തമന്നി അഥവാ കേവലമായ ആഗ്രഹങ്ങളോ വ്യാമോഹങ്ങളോ അല്ല, മനസ്സിൽ മൂലമായ ഈമാനായിരിക്കണം. അതുകൊണ്ടാണ് ഖാലു, അവര് പറഞ്ഞു,
ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ. ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത, സ്വർഗ്ഗത്തിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല, ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറാ, ജൂതന്മാരും ക്രിസ്ത്യാനികളുമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അത് ശരിയാണ്. പക്ഷെ അല്ലാഹു പറയുന്നു, നോക്കൂ, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്വണക്കത്തോടുകൂടി വിധേയത്വത്തോടുകൂടി അവന്റെ മുമ്പിൽ സമർപ്പിച്ചവൻ, അവർക്ക് നല്ല തക്കതായ പ്രതിഫലമുണ്ട്, പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. സൂറത്തു നിസായിൽ അല്ലാഹു പറയാ, ലൈസ ബി അമാനിയിക്കും, അല്ലയോ സത്യവിശ്വാസികളെ, മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദു ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. അവര് പിന്നെ അല്ലാഹുവിനെ കൂടാതെ ഒരു സഹായിയെയും രക്ഷകനെയും കാണുക സാധ്യമല്ല. ഇനി നിങ്ങൾ നോക്കൂ, വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ സാലിഹായ കർമ്മങ്ങൾ ആര് ചെയ്യുന്നുവോ, വഹുവ മുഅ്മിനുൻ, അതെ, മുഅ്മിനായിക്കൊണ്ട് ചെയ്യണം. നേരത്തെ അബൂ താലിബിന് ചെയ്തതൊക്കെ സാലിഹായ കർമ്മങ്ങളായിരുന്നു, പക്ഷേ മുഅ്മിനായിട്ടുണ്ടായിരുന്നില്ല. വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറാ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്, അവരോട് അശേഷം അനീതി കാണിക്കപ്പെടുകയുമില്ല. അപ്പൊ അതുകൊണ്ട് ഈമാനിന്റെ കേവലമായ ആഗ്രഹങ്ങളോ അഭിനയങ്ങളോ മാത്രം പോരാ, മനസ്സിൽ രൂഢമൂലമായി അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെടണം. അതാണ് മൂന്നാമത്തെ തരം. ഈമാനും ബിൽ ലിസാൻ, ഖൗലും ബിൽ ലിസാൻ, വഇഅ്തിഖാദും ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട്, അത് മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് വിശ്വസിക്കലും, വഅമലും ബിൽ അർകാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലും. ഇതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് മൊഴിയൽ, വഇഅ്തിഖാദും ബിൽ ജിനാൻ, മനസ്സുകൊണ്ട് അത് വിശ്വസിക്കൽ, ഉൾക്കൊള്ളൽ, വഅമലും ബിൽ അർകാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. ആ ഈമാൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ അവയവങ്ങളൊക്കെയും ചലിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെയുള്ള മുഅ്മിനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ നിങ്ങൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അങ്ങനത്തെ മുഅ്മിനുകൾ യഥാർത്ഥത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ഒരു സൂറത്തിന്റെ പേരെന്നെ മുഅ്മിനൂൻ എന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിജയിച്ചു, അതാണ് ആ പ്രയോഗം. എങ്ങനെയുള്ള മുഅ്മിനുകൾ? നാവ് കൊണ്ട് പറഞ്ഞ് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ഇനി പ്രവർത്തനങ്ങളിലേക്ക് അതിനെപ്പറ്റി അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അത് മനസ്സാണ്. തങ്ങളുടെ നമസ്കാരത്തിൽ നല്ല പടച്ചവന്റെ മുമ്പിലാണെന്ന് നിൽക്കുന്നത് എന്ന വിനയത്തോടെ എളിമയോടെ നിന്നുകൊണ്ട് നമസ്കരിക്കുന്നവർ, ആ ബോധത്തിൽ നിന്ന് നമസ്കരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരം എങ്ങനെയാ നമ്മുടെയൊക്കെ നമസ്കാരം? നിസ്കാരത്തിൽ ഖുശൂ എങ്ങനെയാ കിട്ടുക? അത് നിസ്കാരം ഒളു എടുക്കുമ്പോൾ തന്നെ തുടങ്ങണം. ആ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചിന്ത ഒളു എടുക്കുമ്പോ തന്നെ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ചിന്ത, ബോധം. അങ്ങനെയായി ഒരാൾ കൈ ഇങ്ങനെ കഴുകുമ്പോ ആ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ ഇങ്ങനെ കഴുകിപ്പോകും. മുഖം കഴുകുന്നതോടുകൂടി മുഖത്തുള്ളത്, കാരണം നിസ്കാരം എന്ന ബോധമാണ്. അയാൾ ആ കഴുകുന്നത്
പിന്നെ കൈ നീട്ടിക്കഴുകുമ്പോൾ, തല തടവുമ്പോൾ, ചെവി തടവുമ്പോൾ, കാല് കഴുകുമ്പോൾ, ഉളു എടുത്ത് കഴിയുമ്പോഴേക്ക് തന്നെ അദ്ദേഹം ശുദ്ധീകരിക്കപ്പെട്ടു. എന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീൻ. ഉളു എടുത്ത് കഴിഞ്ഞ് അദ്ദേഹം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് രൂപത്തിലുള്ള ശുദ്ധിയും. അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന. ഒരു നിസ്കാരം കഴിഞ്ഞ് ഈ നിസ്കാരത്തിന്റെ ഇടയിലുള്ള സമയത്ത് റബ്ബേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ട് നീ പുറത്തു തരണം. നിന്റെ മുമ്പിൽ ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ആ തൗബ നീ സ്വീകരിക്കണം. നിസ്കാരം തുടങ്ങിയിട്ടില്ല. വജഅൽനീ മിനത് തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീൻ. ഉള്ളും പുറവും ശുദ്ധമായ പരിശുദ്ധരായ ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ റബ്ബേ. ആ പ്രാർത്ഥനയും കൂടി കഴിയുമ്പോഴേക്ക് അദ്ദേഹം ശുദ്ധനായി. പിന്നെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ആരംഭിക്കുകയാണ്. അജ്അലുൽ കഅബത അമാമി. എന്റെ മുമ്പിൽ കഅബ ഇങ്ങനെ കാണുന്നത് പോലെ, വസ്സിറാത മിൻ തഹ്തി ഖദമി. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള സിറാത്ത് എന്ന പാലം എന്റെ കാലിനടിയിൽ ഉള്ളതുപോലെ, വൽ ജന്നത അൻ യമീനി. എന്റെ വലതുഭാഗത്ത് സ്വർഗവും, വന്നാറ അൻ യമീൻ ശിമാലി. നരകം എന്റെ ഇടതുഭാഗത്തും. വല്ലാഹു മുത്തലിഉൻ അലയ്യ. പടച്ച റബ്ബ് എന്നെ സദാ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധവും. വമലക്കുൽ മൗത മിൻ വറായി. എന്നെ പിടിക്കുവാൻ, എന്റെ റൂഹിനെ പിടിക്കുവാൻ മലക്കുൽ മൗത്ത് എന്റെ പിന്നിലും ഉള്ളതുപോലെ. ثم أصلي وأعتقد أنها آخر صلاتي. ഞാൻ വിചാരിക്കുന്നു അതാണ് എന്റെ അവസാനത്തെ നമസ്കാരമെന്ന്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അതാണ് എന്റെ അവസാനത്തെ നമസ്കാരമെന്ന്. എല്ലാ ആളുകളും മരിക്കുന്നതിന് മുമ്പ് അവസാനം നിസ്കരിച്ചൊരു നിസ്കാരം ഉണ്ടാവുമല്ലോ മുസ്ലിമീങ്ങളിൽ, നിസ്കരിക്കുന്നവരിൽ. പല നാട്ടിലും പല പ്രദേശത്തും നല്ലൊരു വിഭാഗം ആളുകൾക്ക് നിസ്കാരം എന്നുള്ള ബോധം തന്നെ ഇല്ല. ഈ കുറഞ്ഞ ജീവിതത്തിന്റെ ഇടയിൽ അദാനുൽ മർഇ ഫിൽ മീലാദി യൗമൻ വതഅഖീറുസ് സ്വലാത്തി ഇലൽ മമാതി. കുട്ടികൾ ജനിക്കുമ്പോൾ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. നിസ്കാരമല്ല ആണ് കവി പറയുന്നത്. അദാനുത്തുഫിലി ഫിൽ മീലാദി യൗമൻ വതഅഖീറുസ് സ്വലാത്തി ഇലൽ മമാതി. കുട്ടി പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ അവന്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കലും. എന്നാൽ നമസ്കരിക്കുന്നത് മരണത്തിന് ശേഷമാണ്. മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കും ഇല്ല, ഇഖാമത്തും ഇല്ല. ദലീലുൻ അന്ന മഹ്യാഹു ഖലീലുൻ കമാ ബൈനൽ ഇഖാമത്തി വസ്സലാത്തി. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നിസ്കരിക്കാൻ അധികം സമയമുണ്ടോ? അത്രേ ഉള്ളൂ ഈ ജീവിതം എന്ന് തെളിയിക്കാൻ ജനിക്കുമ്പം തന്നെ കുട്ടിയോട് പറയുകയാണ്. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം തന്നെ ബാങ്കും ഇഖാമത്തും കേൾപ്പിക്കുന്നു. വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും. മയ്യത്ത് നമസ്കാരമാണ്, പിന്നെ അതിന് ബാങ്കും ഇല്ല ഇഖാമത്തും ഇല്ല. ഈ രണ്ട് സംഗതികൾക്കിടയിലുള്ള വളരെ തുച്ഛമായ ജീവിതമാണ് നിനക്ക് ദുനിയാവിലുള്ളത്. ദലീലുൻ അന്ന മഹ്യാഹു ഖലീലുൻ കമാ ബൈനൽ ഇഖാമത്തി വസ്സലാത്തി. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത്, നയിക്കുന്നത് ഈമാനാണ്. അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈമാനാണ്. അതുകൊണ്ട് മനസ്സിലുള്ള കാര്യം, മനസ്സിലുള്ള ഈമാനിനെ സംബന്ധിച്ച് അതാണ് ഖുശൂഉൻ ഫിസ്സലാ. നമസ്കാരം. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ
വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. എല്ലാ കളികളിൽ നിന്നും അവരകന്നു നിൽക്കുന്നവരാണ്. കളിക്കണ്ട എന്നല്ല, കളിക്കണ്ട എന്നല്ല, കളിയുടെ സന്ദർഭത്തിൽ കളിയുടെ രംഗത്ത് ഒരു മാന്യത പുലർത്തുക എന്നതാണ്. വല്ലദീന ഇദാ മറു വല്ലദീനഹും ഇദാ മറു ബില്ലഗ്വി മറു കിറാമാ. കളിയും തമാശയൊക്കെ വേണം, പക്ഷേ കളിയുടെ സമയത്ത് കളി, തമാശയുടെ സമയത്ത് തമാശ. ഇപ്പം മുഴുവൻ കളിയും തമാശയായി മാറിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടെങ്കിൽ എന്തോരം ജനങ്ങളാണ്. കാരണം ആളുകളുടെ താല്പര്യം അങ്ങനെയാണ്. ഗൗരവമുള്ള അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് തീർന്നു പോകുന്നതാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല, അത് കൊള്ളുന്ന ഒരു ഹൃദയത്തിലേക്ക് തറക്കുന്ന രൂപത്തിൽ അവരോടാരും പറഞ്ഞിട്ടില്ല. അത് കേൾക്കാനും പഠിക്കുവാനുമുള്ള അവസരം അവരുടെ മുമ്പിലും ഇല്ല, അവരുടെ മുമ്പിൽ ഒരിക്കലും വരുന്നില്ല. അപ്പൊ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അതായത് വിജയിച്ച സത്യവിശ്വാസി. ഈ ആയത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സകാത്തിന് വേണ്ടി പണിയെടുക്കുക എന്നും മറ്റൊന്ന് സംസ്കരണ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നും. സകാത്ത് ശുദ്ധീകരണം, സംസ്കരണം. വയുസക്കീഹിം പ്രവാചകന്മാർ ചെയ്തതാണ്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തസ്കിയത്ത്. അപ്പോൾ ഒരു വിജയിച്ച സത്യവിശ്വാസി, അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞതില് വിജയിച്ച വിശ്വാസി എന്ന് പറയുന്നത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സകാത്തിന് വേണ്ടി പണിയെടുക്കുക എന്നതും സംസ്കരണ പ്രവർത്തനങ്ങളിൽ അങ്ങനെയുള്ള തസ്കിയത്ത്, സംസ്കരണം ശുദ്ധിക്കാൻ വേണ്ടി ഇസ്ലാഹ് പ്രവർത്തനങ്ങൾ, സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. അവർ തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കുന്നവരാകുന്നു. ഇന്നത്തെ പത്രത്തിൽ ഓരോ ദിവസവും പത്രം നോക്കുമ്പോ എന്തോരം അത് വായിക്കുന്നത് ഒരു മടുപ്പില്ലാതായിരിക്കുന്നു. രണ്ടാനച്ഛൻ അങ്ങനെ പീഡിപ്പിച്ചു, ഒന്നാനച്ഛൻ പീഡിപ്പിച്ചു, ഏട്ടൻ പീഡിപ്പിച്ചു. ഇതൊക്കെ വായിക്കുമ്പോ ഒരു അരോചകത്വം തോന്നാത്തവണ്ണം സാർവത്രികമായിരിക്കുന്നു. അതിന്റെയൊക്കെ പിന്നിൽ നോക്കിയാലോ മയക്കുമരുന്ന്, കഞ്ചാവ്, കള്ള്, ഇതൊക്കെയാണ്. അത് നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. വിവാഹം പോലെ അല്ലാഹു അനുവദിച്ച മേഖലയിൽ മാത്രം അവരുടെ ലൈംഗിക ശമനം വരുത്തുന്നവരാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നല്ല സൂക്ഷ്മതയും നല്ല ശ്രദ്ധയുമുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. ഈമാനിന്റെ ജീവിത സാക്ഷ്യങ്ങൾ, പ്രായോഗിക രൂപം, ഇവിടെയാണ് അധിക ആളുകളും പരാജയപ്പെടുന്നത്. അമാനത്ത്, ഉത്തരവാദിത്തം, വഅഹ്ദ് ഉടമ്പടി, കരാറ്, റാഊൻ അതൊക്കെ ശ്രദ്ധിച്ച് പാലിക്കുന്നവരാണ്. വാക്ക് പറഞ്ഞാൽ റെഡിയാണ്. ഉടമ്പടി ചെയ്താൽ, കരാർ ചെയ്താൽ അത് പാലിക്കുക. വാക്ക് പറഞ്ഞാൽ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കാതിരിക്കുക. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. എന്നിട്ട് ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് അവസാനത്തെ ഗുണം പറയാം. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. നിസ്കാരം കൊണ്ട് തുടങ്ങി നിസ്കാരം കൊണ്ട് അവസാനിക്കുക. അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. നമസ്കാരത്തെ സംബന്ധിച്ച് നല്ല ബോധം. മുഹാഫള അലസ്സലാ, നമസ്കാരത്തിൽ കണിശത പുലർത്തുന്നവർ,
അത് സമയം തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ആളുകൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷിച്ചാൽ കാണാം ഒരു വഖത്ത് ഖളാ ആയിട്ടുണ്ടാവില്ല. ഒരു വഖത്ത് ഖളാ ആയിട്ടുണ്ടാവില്ല. എന്റെ ഒരു ഗുരുനാഥന്റെ കഥ എനിക്ക് അറിയാം. ഞാൻ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തെ കാണും. മദ്രസയിൽ ചേരുന്നതിന് മുമ്പ്, സ്കൂളിൽ ചേരുന്നതിന് മുമ്പ്, ചേർന്ന് കഴിഞ്ഞതിന് ശേഷവും LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കാണും. കുടുംബങ്ങളിലൊക്കെ സന്ദർശിക്കാൻ അദ്ദേഹം വരും. അപ്പൊ അന്ന് പ്രദേശത്ത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ പള്ളിയൊന്നും, നിസ്കാര പള്ളി പോലും ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം കാണാം നിസ്കാരത്തിന്റെ സമയം കൊണ്ടായാൽ, എന്നാ സന്ദർശിക്കാൻ ചെന്ന വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ള ചില ആളുകൾക്കൊരു പ്രയാസമായിരിക്കും. പള്ളിയൊന്നും ഇല്ലെങ്കിലും അത് വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാൻ വിചാരിക്കും. മൂപ്പർ അങ്ങനല്ല. കുറച്ച് വെള്ളം, ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കും, മോളെ ഒന്ന് ഒന്നെടുത്ത് നിസ്കരിച്ച് ആളട്ടെ, അത് കഴിഞ്ഞിട്ടാ ബാക്കി പരിപാടിയൊക്കെ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ഒന്നു എടുക്കുന്നത് പല ഊരി ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സംഗതികളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാൾ ജീവിതത്തിൽ എന്ത് നിലപാടിലാണോ ജീവിച്ചത് അങ്ങനെ മരിക്കുള്ളൂ. മൻ ദാമ അലാ ശൈഇൻ മാത അലൈഹി, ഒരാൾ ഏത് സ്വഭാവത്തിലാണോ ജീവിച്ചത് അങ്ങനെയായിരിക്കും അയാൾ മരിക്കുക. വമൻ ദാമ അലാ ശൈഇൻ ഹുശിറ അലൈഹി, ഒരാൾ എങ്ങനെയാണോ മരിച്ചത് ആ ഗണപ്രകാരമായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇഹ്റാം കെട്ടിയിട്ട് തെൽബിയത്തും ചൊല്ലി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു സഹാബി മരിച്ചു. ഒട്ടകം പുറത്തുനിന്ന് ഇങ്ങോട്ട് വീണു. ഒട്ടകം അദ്ദേഹത്തെ ചവിട്ടി. അവിടെ വെച്ച് അദ്ദേഹം മരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ സുഗന്ധം പുകക്കണ്ട. ലാ തുജമ്മിറൂഹു വലാ തുകഫിനൂഹു, വേറെ കഫൻ പുടവയും കൊണ്ടുവരണ്ട. അദ്ദേഹം ആ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ തന്നെ കഫൻ ചെയ്താൽ മതി. ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ, പരലോകത്ത് നാളെ മഹ്ശറ മൈതാനിയിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് കാണാം, ഒരു വിഭാഗം ആളുകൾ അവിടെ ഹാജരാക്കപ്പെടുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് തെൽബിയത്തും ചൊല്ലിക്കൊണ്ട് കുറെ ആളുകൾ വരുന്ന കാണാം. അത് ഇഹ്റാം കെട്ടിയിട്ട് ഹജ്ജ് ചെയ്ത് പൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ ഓതു കൊടുക്കുന്നത് നമസ്കരിക്കുന്നതും ഞാൻ കാണാറുണ്ട്. അങ്ങനെ അദ്ദേഹം മരിച്ചത് ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അഡ്മിറ്റായി. അങ്ങനെ വൈകുന്നേരം മഗ്‌രിബിന്റെ മുമ്പ് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം ഭക്ഷണമൊക്കെ ആയി, ഭാര്യക്കുള്ള ഭക്ഷണമൊക്കെ പാത്രത്തിലാക്കി പാക്കാക്കി വെള്ളമൊക്കെ എടുത്ത് ബസ് കയറി ഹോസ്പിറ്റലിൽ പോയി. അതവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മഗ്‌രിബിന്റെ സമയമായി, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. അങ്ങനെ അദ്ദേഹം നന്നായി ഖുർആൻ ഓതുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം ആ തൊട്ടടുത്ത ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പള്ളിയിലെത്തി. അദ്ദേഹം പള്ളിയിലെത്തിയപ്പോ ഇമാം പറഞ്ഞു, നിങ്ങൾ തന്നെ ഇമാമ് നിൽക്കി. അദ്ദേഹം ഇമാമ് നിന്നു, മഗ്‌രിബ് നമസ്കരിച്ചു, തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. അവിടെ ഇരുന്ന ഭാര്യയുമായി വിഷയങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രയാസം തോന്നി. അപ്പൊ ചായ എടുത്ത് കുടിച്ചു. അപ്പൊ ഇശാ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഞാൻ നിസ്കരിച്ചാട്ടെ, പള്ളിയിലേക്ക് നടന്നു പോകാൻ വയ്യ, ഞാൻ നമസ്കരിക്കട്ടെ. സാധാരണ ഇശാ ബാങ്ക് കൊടുത്താല് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആളുകൾ അങ്ങനെ പോകും. ഇനി അഥവാ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇശാ എത്ര കഴിഞ്ഞു നിസ്കരിക്കാലോ, എത്ര വൈകി ഇശാ നമസ്കരിക്കാലോ. പ്രത്യേകിച്ച് വൈകി നമസ്കരിക്കുന്നതാണ്, ഇശാ നമസ്കരിക്കുന്നതാണ് നല്ലത് എന്നും പറയപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് രാത്രി ബസ് കയറിയിട്ട് വീട്ടിലെത്തി നിസ്കരിച്ചാൽ മതി. അദ്ദേഹം അവിടെ തന്നെ ഭാര്യ നിസ്കരിക്കാൻ വേണ്ടി ഒരു മുസല്ല ഉണ്ടായിരുന്നു, അവിടെ നിസ്കാര സജ്ജാദ എടുത്ത് അതാണ് കഴിച്ചാളിയ.
അങ്ങനെ അദ്ദേഹം നമസ്കരിച്ചു. ആ നമസ്കരിച്ച് കഴിഞ്ഞ് സ്റ്റൂളിൽ മേൽ കയറിയിരുന്നു. അവിടെ നിന്ന് മറിഞ്ഞങ്ങോട്ട് വീണ് അങ്ങനെ മരിച്ചു. ആ ഇശാ നമസ്കാരം അദ്ദേഹത്തിന് എന്നുവെച്ചാൽ ആ ദിവസം തീരുകയാണ്. സുബൈക്ക് അദ്ദേഹം നമസ്കരിച്ചു, ളുഹറിന് അദ്ദേഹം നമസ്കരിച്ചു, അശറിന് അദ്ദേഹം നമസ്കരിച്ചു, മഗ്രിബിന് അദ്ദേഹം ഇമാമായി നമ്മൾ നമസ്കരിച്ചു. അദ്ദേഹത്തിന് ഇശാ നമസ്കരിക്കാൻ തിരക്കായിരുന്നു. കാരണം ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ അങ്ങനെ ഒന്ന് ബാക്കിയായിട്ട് പോകരുത്, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ നമസ്കരിച്ചു. ആ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരു കാരണമില്ല, അസുഖമായി കിടക്കുന്ന ഭാര്യയാണ്. ആ ഭാര്യ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ الذين يرثون الفردوس هم فيها خالدون. അത്തരം ആളുകൾക്കുള്ളതാണ് ജന്നാത്തുൽ ഫിർദൗസ്. الذين يرثون الفردوس, ജന്നാത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികളാകുന്നു അവർ. ഹും ഫീഹാ ഖാലിദൂൻ, അവിടെ അവർ ശാശ്വതമായി ജീവിച്ചിരിക്കുന്നവരാണ്. അവിടെ അവർക്ക് മരണമില്ല, അവിടെ അവർക്ക് ജീവിതം മാത്രമാണ്. എങ്ങനെയുള്ള ജീവിതം? ഫീഹാ മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തവണ്ണം, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത വണ്ണം, വലാ ഖതറ ബിഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെയും ഭാവനയിലോ ചിന്തയിലോ ഒരിക്കലും തന്നെ സങ്കല്പിക്കാൻ സാധിക്കാത്ത വണ്ണമുള്ള ഹൃദ്യമായ, സന്തോഷകരമായ, ആനന്ദകരമായ, ഹൃദ്യമായ അനുഭവങ്ങളും ജീവിതങ്ങളും സുഖ സൗകര്യങ്ങളുമുള്ള ആ ജന്നാത്തുൽ ഫിർദൗസ് ഹും ഫീഹാ ഖാലിദൂൻ, അവിടെ അവർ ശാശ്വതമായി വസിക്കുന്നവരായിരിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈമാനും അൽ ഈമാനു വൽ ഹയാത്ത്, വിശ്വാസവും ജീവിതവും എന്ന വളരെ വിശാലമായ ഒരു വിഷയത്തിന്റെ ഏതാനും ചില വശങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും യഥാർത്ഥ ഈമാനുള്ള, ചാഞ്ചല്യമില്ലാത്ത ഉറച്ച ഈമാനുള്ള സൗഭാഗ്യവന്മാരിൽ, യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് അവസാനമായി ആ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയുവാനുമുള്ള സൗഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.